Hello, good morning. Yesterday we have classified the words as form class and function words, and we can all together call as um, parts of speech. Now, a very important point that I forgot to tell you is to which category of a word belongs depend upon the function it perform in the sentence. We can take for example a word, for example like can be a noun, like can be a verb, like can be an adverb, etc. But to which category the word like belongs to is determining by the function that word is doing in a sentence. You understand me? Sometimes the word like can be a verb. How is it possible? We are looking the function that word like is doing in a sentence. According to this function, we are categorizing this as a verb. Sometimes the word like may be a noun that is determined by the function that word is doing or performing in that sentence. സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു വേർഡ് ഇംഗ്ലീഷിൽ വ്യത്യസ്ത കാറ്റഗറികൾ നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത വേർഡുകൾ പറഞ്ഞു, പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു. അപ്പോൾ ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡ് ഏത് കാറ്റഗറിയിലാണ്, അത് നൗണാണോ വേർബാണോ അഡ്ജക്റ്റീവാണോ ആഡ്വേർബാണോ തുടങ്ങിയിട്ടുള്ള ഏത് കാറ്റഗറിയിലാണ് ആ വേർഡ് വരിക എന്നുള്ളത് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ വേർഡ് എന്ത് ജോലിയാണ് ആ ഒരു സെൻറ്റൻസിൽ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലൈക്ക് എന്ന് പറയുന്ന വേർഡ് സംടൈംസ് ദാറ്റ് മേ ബി വി ക്യാൻ കൗണ്ട് ഇറ്റ് ആസ് എ വേർബ് അല്ലേ. ലൈക്കിനെ ചിലപ്പം വേർബായിട്ട് കാണാൻ സാധിക്കും. അത് ആ പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ലൈക്കിൻ്റെ ജോലി എന്താണോ അത് നോക്കിയിട്ടാണ്. ചിലപ്പോൾ അത് നൗൺ ആയിരിക്കും. ആ സമയത്ത് ആ സെൻറ്റൻസിൽ ലൈക്ക് എന്ന് പറയുന്ന വേർഡ് ദാറ്റ് മേ കംസ് ആസ് ദ നൗൺ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വേർഡിനെ വ്യത്യസ്ത ഫങ്ഷനുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ക്യാൻ കാറ്റഗറൈസ് ദം ആസ് ഐ സെഡ് ബിഫോർ. See, the same word can perform the role of a noun in one sentence. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. The same word can perform the role of a noun in one sentence, verb in another sentence, adjective and adverb in other sentences and so on. ഒരു വേർഡിന് ഒരു സെൻറ്റൻസിൽ ദാറ്റ് മേ ബി എ നൗൺ, അതേ വേർഡ് തന്നെ ഇൻ ദ നെക്സ്റ്റ് സെൻറ്റൻസ് ദാറ്റ് മേ ബി എ വേർബ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വേർഡ് തന്നെ നൗണും വേർബും അഡ്ജക്റ്റീവും അഡ്വേർബും ഒക്കെ ആവുന്നത്? That is according to the function that word is performing in that sentence. ആ സെൻറ്റൻസിൽ എന്ത് ഫങ്ഷനാണോ ആ വേർഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. Let's see for example. You just examine the following sentences. I gave him a present. The word present is a noun in the sentence. I gave him a present. ഞാൻ അവനൊരു സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പം ഈ സമ്മാനം എന്ന് പറയുന്ന ഇറ്റ്സ് എ നൗൺ, റൈറ്റ്? Look at the next sentence. You are advised not to travel in the present circumstances. In this sentence അവിടെയും പ്രസൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. That is not a noun but it's an adjective. The same word became an adjective because ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ആ സെൻറ്റൻസിൽ ആ വേർഡ് ചെയ്യുന്നത്. She presented him a laptop. See, in this case presented, സമ്മാനിച്ചു എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ verb. So the function of this word is as a verb in the sentence. അതിന് മുമ്പത്തെ സെൻറ്റൻസിൽ ഈ വേർഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ റോളായിരുന്നു.
അതിൻ്റെ മേലെ നൗണിൻ്റെ റോളായിരുന്നു. സോ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു വേർഡ്, ആ വേർഡിനെ വെച്ചിട്ടല്ല നമ്മൾ പിന്നെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. പിന്നെ എന്ത് വെച്ചിട്ട് അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻ. ഓക്കെ, ആ വേർഡിന് എന്ത് ഫങ്ഷനാണ് ആ സെൻറ്റൻസിലുള്ളത് എന്ന് നോക്കിയിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഹാജരാവുക, സമ്മാനിക്കുക, ഇപ്പോഴത്തെ പ്രസൻറ്റ്, ഈ ഒരു സാഹചര്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മീനിങ്ങുകളുണ്ട്. അപ്പോൾ അത് ഓരോ സെൻറ്റൻസിൽ വരുമ്പം ആ സെൻറ്റൻസിൻ്റെ സെൻസ് അനുസരിച്ച് മീനിങ് മേ ബി ചേഞ്ചഡ്. അപ്പോൾ ആ മീനിങ്ങിനനുസരിച്ചാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഷി വിൽ ബി ഹിയർ പ്രസൻ്റ്ലി, ഇറ്റ്സ് എൻ ആഡ്വേർബ്. പ്രസൻ്റ്ലി, ദർ വി കുഡ് സീ എ വേർഡ് പ്രസൻറ്റ്. Is that clear? Now another example. This is a fast train. It's an adjective. ട്രെയിനിനെ വിശേഷിപ്പിച്ചതാണ്. So fast is an adjective in the sentence. He walks fast. അവിടെ വേർബിനെയാണ് വിശേഷിപ്പിച്ചുള്ള വേർഡ്. So fast എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് an adverb in the sentence. Muslims fast during Ramzan. Muslims fast during Ramzan. അവിടെ ഫാസ്റ്റ് എന്ന് പറയുന്ന നോമ്പ് എടുക്കുക ആ ഒരു ആക്ഷനാണ്. സോ ഇറ്റ്സ് എ വേർബ് ഇൻ ദ സെൻറ്റൻസ്. ഷി വെൻറ്റ് ഓൺ എ 2-day ഫാസ്റ്റ് ലാസ്റ്റ് വീക്ക്. അവിടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന അർത്ഥമാണ്. നോമ്പ് എടുക്കുക എന്നുള്ളതല്ല, നോമ്പ് എന്ന അർത്ഥമാണ്. സോ ദാറ്റ്സ് എ നൗൺ ഇൻ ദ സെൻറ്റൻസ്. നോക്കി, ഒറ്റ വേർഡാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡ്. ബട്ട് we categorize the same word in different titles. Reason, the function, the duty that word is doing in each sentence is different. ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു. This is a very first thing that you should know when we are stepping into grammar. Okay, ഗ്രാമർ പഠിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള വേർഡുകളെ ഏത് കാറ്റഗറിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. അത് ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ അതിനെ ഓരോന്നിനെയും കീറി പരിശോധിക്കാൻ പോവുകയാണ്. ഓരോന്നും എടുത്തിട്ട് നമ്മളതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. ഓരോന്നിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്. Now let's begin with let's come to the second chapter. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഐഡൻറ്റിഫൈയിങ് ഗ്രമാറ്റിക്കൽ ലേബൽസ് ആൻഡ് ഫങ്ഷണൽ ലേബൽസ് ഓഫ് വേർഡ്സ്. ഓരോ വേർഡിനെയും അതിൻ്റെ ഫങ്ഷൻ്റെ അനുസരിച്ചും അതുപോലെ ഗ്രാമർ ലേബൽ അനുസരിച്ചും തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. സോ നമ്മൾ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെയും നമ്മൾ ചകഞ്ഞ് കണ്ടെത്തി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, എത്ര തരങ്ങളാണ് ഓരോന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇത് ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സോ ബി കെയർഫുൾ ആൻഡ് ആസ് ഐ ടോൾഡ് യു ഓൾവേസ് കീപ് your notebook with a glass and you just take it down. All the things that I am telling you, please take it down with examples. This may help in your life, this grammar. Maybe, I don't know. കുറേ കാലങ്ങൾക്ക് ശേഷം അറിയാണ്ട് വല്ല നിർഭാഗ്യവശാലും നിങ്ങളൊരു ടീച്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു നല്ലൊരു നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ലൈഫ് ടൈം എന്ന പോലെ ഉപയോഗിക്കാവുന്ന തരത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ ഇനി ഓരോന്നിനെയും പരിശോധിക്കുകയാണ്. ദ ഫസ്റ്റ് വൺ, നൗൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നിരുന്നാലും ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു നൗൺ. എ നൗൺ ഈസ് എ ഫോം ക്ലാസ് ഓർ കണ്ടൻറ്റ് വേർഡ്. നമ്മൾ ആദ്യം അറിയുന്നതാണ് അല്ലേ. ഫോം ക്ലാസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് വേർഡ് കാറ്റഗറിയിലാണ് നൗണ് വരുന്നത്. ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ആൻ ഐഡിയ, ആൻ അനിമൽ ഓർ എൻ ഐഡിയ. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ വസ്തുവിനോ മൃഗത്തിനോ പക്ഷിക്കോ ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഐഡിയക്കൊക്കെ നൽകുന്ന പേരുകളാണ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വേർഡ്സ് ലൈക്ക് ജോൺ. ജോൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, റൈറ്റ്? So it's an example for noun.
Mumbai. It's an example. Sorry, it's a name of a place. So again, it's a noun. Student. We could say a person. A dog, it's an animal. City, it's a place. Computer is a thing. Joy is an idea or a feeling. Truth is a feeling or an idea. Beauty, etc. are nouns. So we can say in a simple words, the things that we have named is noun. നമ്മൾ എന്തിനൊക്കെ പേരിട്ട എല്ലാ സാധനങ്ങളും നൗണിൻ്റെ കാറ്റഗറിയിലാണ് വരിക. എന്തിനൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ടോ, ഈവൻ ഇറ്റ് ഈസ് എൻ ഐഡിയ. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ഐഡിയ ആവട്ടെ, ഒരു ആശയമാവട്ടെ, വേണ്ട നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, hatred, love, jealous, all these things comes under this noun because it's a name of something. എന്തിൻ്റെ ആവട്ടെ, ഇങ്ങനെ പേരിട്ട് വിളിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് noun എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ. Now let's see the classification of nouns. Types of nouns. Nouns can be classified into 7 types based on their nature. ഈ ഒരു നൗണുകളെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളാകെ നൗൺസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും കാലം. മേ ബി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക വാട്ട് ഈസ് എ നൗൺ ആൻഡ് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ നൗൺ. സി, here we can classify the nouns into seven types. The first one, you just keep that in mind, we have 7 types of nouns. First one, proper noun. Proper noun. It denotes to a particular person, place or thing and begins with a capital letter. Proper. ആ വേർഡ് തന്നെ ഉണ്ട്. You can understand that this type of noun by its name, proper noun. നമ്മൾ എന്തിനെങ്കിലും അതൊരു if it is a person or thing or place, anything, എന്തിനെങ്കിലും പ്രോപ്പറായി പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൃത്യമായ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, this can be come under this title. പ്രോപ്പറായി പേര് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, ഐ എം എ പേഴ്സൺ, അല്ലേ? ഞാനൊരു വ്യക്തിയാണ്. ഞാനൊരു വ്യക്തി എന്ന് പറഞ്ഞാലും അതൊരു നൗണാണ്. പക്ഷെങ്കിൽ ഈ വ്യക്തികൾ ഒരുപാട് ലോകത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രത്യേകമായ ഈ വ്യക്തിക്ക് ഞാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അയ്യൂബ് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ പ്രോപ്പർ നെയിം ഓഫ് മീ. എനിക്ക് മാത്രമുള്ളൊരു പ്രോപ്പർ സാധനമാണ്. ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള നമ്മൾ പേര് കൃത്യമായിട്ട് ആ ഒരു പേര് അതിനേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, ആളുകൾ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ നോൺ, ബിക്കോസ് അതൊരു പ്രത്യേകമായിട്ട് പേര് കൊടുത്തിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരല്ല. മനസ്സിലായോ? കമ്പ്യൂട്ടർ, ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ നൗൺ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം ഓഫ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി എനി കമ്പ്യൂട്ടർ. കാറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ നൗൺ. ഇറ്റ്സ് എ നെയിം ഓഫ് എൻ ആനിമൽ ആൻഡ് ദാറ്റ് കാറ്റ് ക്യാൻ ബി എനി കാറ്റ്സ് ഇൻ ദ വേൾഡ്. അല്ലെ? പൂച്ച എന്ന് പറയുമ്പം അതൊരു പ്രത്യേക പൂച്ചയെക്കുറിച്ചല്ല പറയുന്നത്, ഏത് പൂച്ചയാവാം. പൂച്ച 4 കാലിൽ നടക്കുന്ന ജീവിയാണ്. അതൊരു പ്രത്യേക പൂച്ചയെക്കുറിച്ചല്ല പറയുന്നത്. എനി കാറ്റ് ക്യാൻ ബി ദാറ്റ് കാറ്റ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. ആ പൂച്ചയ്ക്ക് ഞാൻ മിന്നു എന്ന് പേരിട്ടെന്ന് വിചാരിക്കാം. സോ മിന്നു ഈസ് എ പ്രോപ്പർ നൗൺ ബിക്കോസ് ദാറ്റ് ഈസ് എ നെയിം ഗിവൺ ടു ദ കാറ്റ് ഇൻ മൈ ഹൗസ്. ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. സോ മിന്നു എന്ന് ഞാൻ പറയാം. അപ്പം മിന്നു ഇന്ന് പാല് കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഐ എം ജസ്റ്റ് തിങ്കിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ, ദാറ്റ് പ്രോപ്പർ കാറ്റ്.
ക്ലിയർ ആണോ? മുംബൈ. There are different places in the world. We have only one Mumbai. It's a proper noun. A particular name for a particular place. Mumbai. George. It's a name of a person. George is a name of a person. It's a proper noun. Clear? The Indian Ocean. It's a name for a ocean. So it's a proper noun. അപ്പോൾ എന്തിനാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്? അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ. കൃത്യമായ പേരിട്ട് അതിനെ ഐഡൻറ്റിഫൈ, അങ്ങനെ പറഞ്ഞാൽ അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആളുകളൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരാളെ പ്രോപ്പറായി കൃത്യമായി പറയുന്നില്ല. ക്ലിയർ ആണോ? അതേസമയം സലീം ഇവിടുന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ സലീം ഈസ് എ പ്രോപ്പർ നോൺ. അതൊരു ഒരാളെ മാത്രം ഉദ്ദേശിച്ച് കൃത്യമായൊരു പേര്, ഒറ്റ പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ഇതാണ് പ്രോപ്പർ നൗണിൻ്റെ പ്രത്യേകത. മാത്രമല്ല, another important feature of this proper noun is this word can be begin with a capital letter. Can be അല്ല, will be. ഈ ഒരു വേർഡ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും എവിടെയാണെങ്കിലും. നമ്മൾ മുംബൈ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെക്കുക. ആളുകളുടെ പേര് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ല? അത് ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ പ്രത്യേക കൃത്യമാണ്. ആ ഒരു ഒറ്റ വാക്ക് അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഇംഗ്ലീഷ് എന്ന് എഴുതുമ്പം ക്യാപിറ്റലാണ് ഉപയോഗിക്കുക. കാരണം എന്താ? വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. അതിൽ പ്രത്യേകം പേരിട്ട ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. സോ പ്രോപ്പർ നൗൺസ് ആർ റിട്ടൺ വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതും കൂടെ മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രോപ്പർ നൗണിനെ കുറിച്ച് പറയാനുള്ളത്. Now the second type, common noun. Common. You may understand by its meaning. By the title. Common noun. It's a name given in common to every person, place or thing. കോമൺ ആയിട്ട് ഓരോ ആളുകൾക്കും പിന്നെ കോമൺ ആയിട്ട് പൊതുവെ കൊടുത്തിരിക്കുന്ന പേരുകൾ, പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരുകൾ. ഫോർ എക്സാമ്പിൾ, താഴെ എക്സാമ്പിൾ ഉണ്ട്. ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് പ്രത്യേക ഒരാളെ കുറിച്ച് മാത്രം പറയുന്നതല്ല, അതൊരു കോമൺ ആയിട്ട് കുറച്ച് വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ടീച്ചർ. സ്റ്റുഡൻറ്റ്. ഫ്ലവർ. ഈ പൂവ് എന്ന് പറയുന്നത് കോമൺ ആണ്. കാരണം അത് റോസ് പൂവാണോ അല്ല ജാസ്മിൻ ആണോ, ഇത്തരത്തിൽ ഏത് പൂവാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ പൂക്കളെ മുഴുവൻ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഈ ഫ്ലവർ എന്ന് പറയുന്നത്. സോ flower is an example for common noun. Vehicle. വണ്ടി. അത് റോഡിലൂടെ പോകുന്ന എല്ലാ ഉപകരണങ്ങൾക്കും വിളിക്കുന്ന പേരാണ് വണ്ടി. അത് ഏത് വണ്ടി എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ അതൊരു കോമൺ നൗൺ ആണ്. ഫുഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ആർ അവൈലബിൾ. അതിലേത് ഫുഡെന്ന് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ്. ബട്ട് ഫുഡ് എന്ന് പറയുന്നത് കഴിക്കുന്ന ഒരു വസ്തുവിൻ്റെ പേരാണ്. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, കഴിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും കോമണായി വിളിക്കുന്ന പേരാണ് ഫുഡ്. ഇറ്റ്സ് എ കോമൺ നൗൺ. പ്ലെയർ, സിറ്റി, മാൻ, ഫ്രണ്ട്, എക്സെട്ര. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കോമൺ നൗൺ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ട് ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന, അതിനെ കോമൺ ആയിട്ട് എല്ലാത്തിനും ആ കാറ്റഗറിയിലെത്തിന് എല്ലാത്തിനും വിളിക്കുന്ന ആ ഒരു പേര്. മൃഗങ്ങൾ കോമൺ നൗൺ, ആനിമൽസ്. കാരണം എന്താ? അതൊരു പ്രത്യേക സ്വഭാവമുള്ള പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ്. ടീച്ചർ. മനുഷ്യന്മാർ തന്നെ പ്രത്യേക ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ വിളിക്കുന്ന പേരാണ്. അപ്പോൾ മനസ്സിലായോ? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന വസ്തുവിനോ സ്ഥലങ്ങൾക്കോ അതുപോലെ പിന്നെ ആളുകൾക്കോ ഇവർക്കൊക്കെ നൽകിയ പേര്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, എ കോമൺ നൗൺ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ഇൻ സെൻറ്റൻസസ്. കോമൺ നൗണ് സെൻറ്റൻസുകളിൽ ക്യാപിറ്റലൈസ് ചെയ്യാറില്ല. ടീച്ചർ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാറില്ല. അത് എപ്പോഴാണ് ക്യാപിറ്റലൈസ് ആവുക? ഏത് ടീച്ചർ? ആനി ടീച്ചർ. ആനി എന്ന് എഴുതുമ്പോൾ അത് പെർട്ടിക്കുലർ പ്രോപ്പറായ ഒരാളുടെ പേര്, ഒരു ടീച്ചറുടെ പേരാണ്. സോ ദാറ്റ് വിൽ കം ഇൻ ക്യാപിറ്റലൈസ്ഡ് ഇൻ എ സെൻറ്റൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ, കളക്റ്റീവ് നൗൺ.
collective noun. It's a name given to a group of persons, places or things that belong to same kind taken as a whole. ഉദാഹരണം, അതായത് ഒരു കൂട്ടത്തിന് വിളിക്കുന്ന പേര്, കൂട്ടമായിട്ടുള്ളതിനെ എല്ലാത്തിനും കൂടെ പരിഗണിച്ച് നമ്മൾ വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ക്രൗഡ്, ജനക്കൂട്ടം. അതായത് ഒരേ സ്വഭാവത്തിലുള്ള ഒരു കൂട്ടത്തിന്, അത് വ്യക്തികളാവാം, വസ്തുക്കളാവാം, മൃഗങ്ങളാവാം, സ്ഥലങ്ങളാവാം, ഇങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരേ സ്വഭാവത്തിലുള്ള ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരുകളുണ്ട്. എക്സാമ്പിൾ നോക്കാം. ക്രൗഡ് എന്ന് പറയുന്നത് ജനക്കൂട്ടം, മനുഷ്യന്മാരുടെ കൂട്ടത്തിനാണ് ക്രൗഡ് എന്ന് പറയുക. സോ അതൊരു കളക്റ്റീവിനാണ്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടമായി വിളിക്കുന്നതാണ്. ആളുകൾ കൂടുമ്പം അതിനെ ക്രൗഡ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ അതൊരു കളക്റ്റീവ് നൗണാണ്. ദെൻ ഹേർഡ്, ഹേർഡ് ഈസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ കൂട്ടത്തിനാണ് ഹേർഡ് എന്ന് പറയുക, മൃഗങ്ങളുടെ കൂട്ടം. അപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള, ഒരേ നേച്ചറിലുള്ള, സെയിം കൈൻഡായിട്ടുള്ള, ഈ സെയിം കൈൻഡിനെ ടേക്കൺ ആസ് എ ഹോൾ, ഒരേ സ്വഭാവത്തിലുള്ള സാധനങ്ങൾ ഒന്നായിട്ട് മൊത്തത്തിൽ ഒന്നിനെ ഒറ്റ പേരുകൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം എന്നാ പറയുക, ഒരു കൂട്ടം മൃഗങ്ങൾ. പിന്നെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് കേട്ടില്ലേ. ബഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരു കൂട്ടം പൂക്കൾക്ക് ബഞ്ച് എന്നാ പറയുക. കോളനി എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകൾ കൂടി നിൽക്കുന്ന, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഹൗസസ് വി ക്യാൻ സേ. കോളനി, ഒരുപാട് വീടുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന, അതിനെ വിളിക്കുന്ന പേര് കോളനി എന്നാണ്, കൂട്ടത്തെ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഗാങ് ഓഫ് പീപ്പിൾ. ഗാങ് എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ, ക്രൗഡിൻ്റെ മറ്റൊരു വേറെ സ്വഭാവത്തിലുള്ള കൂട്ടമാണ് ഗാങ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്, കപ്പലുകളുടെ കൂട്ടത്തെ വിളിക്കുന്നത് ഫ്ലീറ്റ് എന്നാണ്. കപ്പലുകളിന് ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുമിച്ച് കടലിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയാറുണ്ട്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, പൂക്കളുടെ കൂട്ടം. ദ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണോ. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള ആളുകളെ മൊത്തം വിളിക്കുന്ന പേരാണ് കമ്മിറ്റി, മാനേജ്മെൻറ്റ് കമ്മിറ്റി. പിന്നെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റ്, ഗ്രൂപ്പ് എന്ന് പറയുന്ന കൂട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ആ ഒരു കൂട്ടം, അത് 15-20 ആളുകൾ ആ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കോമൺ നൗണും കളക്റ്റീവ് നൗണും തമ്മിൽ മാറരുത്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അത് കോമൺ നൗൺ. അത് ഒരൊറ്റ ടീച്ചർ ഉള്ളെങ്കിൽ പോലും ആ ടീച്ചറെ കോമൺ ആയിട്ട് വിളിച്ചത്, പിന്നെ ആ വ്യക്തിയെ കോമൺ ആയിട്ട് വിശേഷിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയും. അതേസമയം കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. മാർക്ക് ചെയ്തിട്ടോ, ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഇതോടുകൂടി ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. സോ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, വി ഹാവ് 3 ടൈപ്സ് ഓഫ് നൗൺസ്. ഒന്ന് പ്രോപ്പർ നൗൺ, 2 കോമൺ നൗൺ, 3rd വൺ കളക്റ്റീവ് നൗൺ. ഇതിനോരോന്നിനും യു ജസ്റ്റ് റൈറ്റ് 3 എക്സാമ്പിൾസ് ഈച്ച്. അത് സെൻറ്റൻസിലായിക്കോട്ടെ കേട്ടോ, വെറുതെ എക്സാമ്പിൾ മാത്രം എഴുതി വിടണ്ട. എക്സാമ്പിൾസ് ഇൻ സെൻറ്റൻസസ്. ഒന്നിന് ഇപ്പോൾ കോമൺ നൗൺ ആണെങ്കിൽ 3 എക്സാമ്പിൾസ് ഇൻ സെൻറ്റൻസസ്. പ്രോപ്പർ നൗണിന് 3 എക്സാമ്പിൾസ് ഇൻ സെൻറ്റൻസസ്. കളക്റ്റീവ് നൗണിന് 3 എക്സാമ്പിൾസ് ഇൻ സെൻറ്റൻസസ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി. എനിവേ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദ ക്ലാസ്, യു ക്യാൻ ഓൾവേസ് വാട്സപ്പ് മീ. ഓക്കെ, നിങ്ങൾ ഡൗട്ട് എന്താണെന്ന് വോയിസോ ടെക്സ്റ്റോ എന്തായാലും വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. എനിവേ, താങ്ക് യു.